ഹലോ, ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നെക്ക് വാമറിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് വിൻ്റർ ഡ്രസ്സസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ബേസിക് സ്റ്റിച്ചുകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു നെക്ക് വാമർ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ലോങ് റെക്റ്റാങ്കിൾ പീസാണ് നമ്മൾ നമ്മുടെ നെക്ക് വാമർ ആക്കി മാറ്റാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ഫോൾഡിങ്ങിലൂടെ മാത്രം നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ 6 ply ആണ്. ഞാനിവിടെ ഈ വൈറ്റ് കളർ 2 balls ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഹുക്ക് സൈസ് എന്ന് പറയുന്നത് 4.5 mm or 4 mm. ഈ ഒരു യാൺ ഞാൻ മാജിക് നീഡിൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുന്നു. ദെൻ 45 ചെയിൻസ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഒരു ലെങ്ത്ത് വരുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ചെസ്റ്റിലേക്ക് ചരിച്ച് പിടിച്ച് നമ്മൾ അതിൻ്റെ അളവെടുക്കുക. ആ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചുള്ള ചെയിൻ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് വരുന്ന രീതിയിൽ എടുക്കുക. എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് 45 ചെയിൻസ് ആയിരുന്നു. സോ 45 ചെയിൻസ് എടുത്തു. നെക്സ്റ്റ് റോ ചെയ്യുന്നതിനായിട്ട് ഒരു ചെയിൻ ചെയ്യുക. ദെൻ 45 സിംഗിൾ ക്രോഷേ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ചെയിനിലേക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ എടുത്തു, നമ്മുടെ വർക്കൊന്ന് തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ച ശേഷം ഫസ്റ്റ് സിംഗിൾ ക്രോഷയുടെ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, സിംഗിൾ ക്രോഷയുടെ ബാക്ക് ലൂപ്പിൽ മാത്രം നമ്മൾ വീണ്ടും സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ എൻറ്റയർ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ലെങ്ത്തിലേക്ക് നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷേ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കഴുത്തിന് ചുറ്റുള്ള ലെങ്ത്തിനേക്കാളും കുറച്ചുകൂടി അധികം നമ്മൾ ഈ ഒരു നെക്ക് വാമറിൻ്റെ സൈസ് കൂട്ടിയെടുക്കണം. കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ ബട്ടൺ ഇടുന്ന ആ ഒരു ലെങ്ത്ത് വരെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ എവിടം തൊട്ടാണോ ലെങ്ത്ത് നമ്മുടെ സൈസ് പിടിക്കുന്നത് അവിടം തൊട്ടുള്ള ആ ഭാഗം വരെ എത്തുന്ന രീതിയിൽ വേണം നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ലെങ്ത്ത് എടുക്കാൻ. ഒരു 12 ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വരുന്നതെങ്കിൽ ഏകദേശം 24-25 ഇഞ്ചിലേക്ക് നമ്മൾ ഈ ഒരു നെക്ക് വാമറിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പ് അത്രയും ഇഞ്ചിലോട്ട് ചെയ്തെടുക്കണം. അത്രയും നീളത്തിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ റോ 3 എത്ര വരുന്നുണ്ട് എന്ന് ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്യാത്തത്. റോ 3 മുതൽ റോ എത്ര വരെ നമുക്ക് വേണമെന്ന് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കുക. സോ ഈ ഒരു പ്രോസസ്സ്, അതായത് നമ്മൾ ഇനിയുള്ള ഫുള്ള് റോസും ബാക്ക് ലൂപ്പിലൂടെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ റോ കഴിയുമ്പോഴും ആദ്യം നമ്മൾ എത്ര സിംഗിൾ ക്രോഷേ എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അഴിക്കേണ്ടി വരും. സോ ഓരോ റോ കഴിയുമ്പോഴും 35 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 45 സിംഗിൾ ക്രോഷേ ആണ്. അപ്പോൾ 45 സിംഗിൾ ക്രോഷേ ഉണ്ടോ എന്ന് കറക്റ്റ് എണ്ണി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്തിലേക്ക് റോ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഫുൾ ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റത്തെ 2 റോ നമ്മൾ ചെയ്യുന്നത് ബട്ടൺ ഹോളിന് വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു
ചെയിൻ ഇടാം. ചെയിൻ ഇട്ട ശേഷം ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ദെൻ 2 ചെയിൻ ചെയ്യുക. അപ്പം നമ്മൾ താഴെയുള്ള സ്റ്റിച്ചിൽ 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുന്നു. 3rd സ്റ്റിച്ചിൽ വീണ്ടും ബാക്ക് ലൂപ്പിൽ തന്നെ അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു ബട്ടണുള്ള ബട്ടൺ ഹാൾ നമ്മൾ തുന്നിക്കഴിഞ്ഞു. നമ്മൾ ബാക്ക് ലൂപ്പിലൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. നമ്മൾ 3 ബട്ടൺസ് ആണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ വർക്ക് ഒന്നിങ്ങനെ ഹാഫ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് 2 സെൻറ്ററിൽ വരുന്ന 2 സ്റ്റിച്ചസിനെ മാർക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ മാർക്കർ ഇടുന്ന ഒരു സ്റ്റിച്ച് ഇങ്ങോട്ട് മാറിപ്പോയിട്ടോ, ശരിക്കും അപ്പുറത്തെ സ്റ്റിച്ചിലായിരുന്നു ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ ആ മാർക്കർ ഇട്ട സ്ഥലം വരെയുള്ള സ്റ്റിച്ചുകളിൽ ബാക്ക് ലൂപ്പിലൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ സ്റ്റിച്ചിലെത്തി കഴിയുമ്പോൾ അവിടെ 2 ചെയിൻ ഇട്ട ശേഷം സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ സ്റ്റിച്ചും തൊട്ടടുത്തുള്ള സ്റ്റിച്ചും സ്കിപ്പ് ചെയ്ത് 3rd സ്റ്റിച്ചിൽ എന്ത് ചെയ്യുക, ബാക്ക് ലൂപ്പിലുള്ള സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതിന് അവസാനത്തെ 3 സ്റ്റിച്ച് എത്തുന്നിടം വരെ നമ്മൾ ഈ ബാക്ക് ലൂപ്പിലൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനത്തെ 3 സ്റ്റിച്ചിലെത്തി. അപ്പോൾ നമ്മൾ വീണ്ടും 2 ചെയിൻ ചെയ്തു. 2 ചെയിൻ ചെയ്യുക. ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ലാസ്റ്റത്തെ സ്റ്റിച്ചിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബട്ടൺ ഹാള് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു റോയും കൂടി എക്സ്ട്രാ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 1 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ ഒരു ബാക്ക് ലൂപ്പിലൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആ 2 ചെയിൻ സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ബാക്കിയുള്ള സ്റ്റിച്ചസിൽ എന്ത് ചെയ്യുക, ബാക്ക് ലൂപ്പിലൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ബട്ടൺ ഹോള് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ടു ചെയിൻ സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ ഇതുപോലെ ഇടുന്നു. ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് ലൂപ്പിൽ ഒരു
സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ചെയിനും കൂടി ചെയ്ത് നമ്മൾ ഇച്ചിരി 3 ബട്ടൺ ഹോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ യാണൊന്ന് കട്ട് ചെയ്ത് ഒന്ന് വലിച്ചെടുക്കുക. നമ്മൾ ഈ ടെയിലെൻ്റെ ഒന്ന് ഹൈഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മുടെ ഡാണിങ് നീഡിൽ എടുക്കുക. കുറച്ച് സ്റ്റിച്ചുകളിലൂടെ കയറ്റിയിട്ട് നമ്മളതിനെ ഒന്ന് ഹൈഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു നെക്ക് വാമിനെ എങ്ങനെയാണ് വെയർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് പിടിച്ച ശേഷം 2 എൻഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഒരു ക്രോസ് വരുന്ന രീതിയിൽ. അപ്പം നമുക്ക് നമ്മുടെ ബട്ടൺ ഹാള് നമ്മുടെ ഇടതുവശത്ത് വരുന്ന പോലെ വേണം, ബട്ടൺ ഹാള് വലതുവശത്ത് വരുന്നത് പോലെ വേണം നമ്മളിതിനെ മടക്കാനായിട്ട്. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബട്ടൺ ഹാൾ തുന്നിയ സൈഡ് മുകളിൽ വരണം, ഇതുപോലെ മുകളിൽ വരണം. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ബട്ടൺസ് മാർക്ക് ചെയ്യാനുള്ള ആ ഒരു പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുക. നമുക്ക് വുഡൻ ബട്ടണോ സ്റ്റീൽ ബട്ടണോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ബട്ടൺസ് ഇട്ടതിന് ശേഷം നമ്മൾ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുത്താൽ നമ്മുടെ നെക്ക് വാമർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് മനസ്സിലാക്കാനായിട്ട് നെക്കിന് ചുറ്റും ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് നോക്കുക, ഇത് കറക്റ്റായിട്ടാണോ, കറക്റ്റ് ലെങ്ത്തിലെത്തിയോ എന്ന്. ഇത് നമ്മുടെ ചെസ്റ്റും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പം നമ്മൾ വീതി എടുക്കുന്നത് ഷോൾഡറിൽ നിന്നും ചെസ്റ്റിലേക്കുള്ള ആ ഒരു ലെങ്ത് എത്രയാണോ അതാണ് നമ്മൾ വീതിയായിട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ നെക്ക് വാമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രോഷറ്റിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.